अहं भावदूरय कृपया मां शोधय शोधय दयया मां पालय पालय गोविन्द वायुपुरेश गोपाल मोहन कृष्ण गोपाल मोहन कृष्ण भगवन् भूत भव्येश न जाने हितमात्मना त्वमेव सञ्चिन्त्य विभो हितं मे दातुमर्हसि त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव त्वमेव सर्वं मम देवदेव सर्वत्र गोविन्द नाम सങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഹരിശരണം. നമ്മള് 43-ാം ദശകം തൃണാവർത്തവധം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഒരു ദശകത്തിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്നാണ് വളരെ ആശ്വാസം കിട്ടുന്നത് പറയാൻ എപ്പോഴും. അതായത് കാറ്റായിട്ട് വന്നു എന്നാണ് ഗുരുവായൂരപ്പനെയും അല്ല അസുരനെയും അപ്പൊ കാറ്റായിട്ട് വന്ന ശകട അതിനെ അതാണ് തൃണാവർത്തവധം. തൃണാവർത്തനുള്ള അസുരൻ ഒരു ചുഴലിക്കാറ്റായിട്ടാ വന്നത്. അതിനെ ഇല്ലാണ്ടാക്കുന്ന കഥയാണ്. പിന്നെ ഓരോരുത്തരും ഇതിനെ തത്വവിചാരം ചെയ്യുമ്പോൾ തിരുമേനി കൂടുതൽ പറഞ്ഞത് അതിന്റെ ആ ഒരു കഥ നിങ്ങളുടെ കഥ. അതായത് ഭാഗവതത്തിലെ പോലെ തന്നെ അതിനെക്കാട്ടും വിസ്തരിച്ച് പറയണം. ബാക്കിയുടെ കഥകളൊക്കെ ചുരുക്കിച്ചാലും കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് ഒട്ടും ഭഗവത് ചുരുക്കിയിട്ടില്ല. മാത്രമല്ല കൂടുതൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഈ ദശകത്തിലെ അവസാനം 2-3 ശ്ലോക പട്ടതിരിപ്പാടിന്റെ സ്വയമാണ്. അദ്ദേഹം ഗുരുവായൂരത്തിനോട് നേരിട്ട് ഇന്ന് വർത്തമാനം പറയണ പോലെ ഗുരുവായൂരത്തിന് ഉള്ളിൽ ചിരിച്ച് മുമ്പിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ആരായാലും മുമ്പിൽ ഉണ്ണി വന്നിരിക്കും. അപ്പൊ അത് ചിരിച്ച് സന്തോഷമായിട്ട് ഗുരുവായൂരത്തിന് ആ കൊച്ചുകുട്ടി ആ ഒരു ഉണ്ണി നമ്മുടെ ഉണ്ണി അതിനോട് സംസാരിക്കണ പോലെ തന്നെ ആ ഭട്ടതിരി എന്തൊക്കെയാ ഗുരുവായൂരത്തിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും. ഗുരുവായൂരത്തിന് ഇങ്ങോട്ടും പറയുമൊക്കെ. അതൊക്കെ ഓരോ ദശകത്തിന്റെ ഇടയിലും ഓരോ മഹാത്മാക്കൾക്കും അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഈ ദശകത്തിനെ കുറിച്ച് ഓരോ ദശകത്തിലുണ്ട്. ഇതില് വിസ്തരിച്ച് തന്നെ ഗുരുവായൂരപ്പന്റെ കഥ പറയണേ. അതായത് ഒരു ശ്ലോകത്തിൽ നമ്മളിതിനു മുമ്പൊക്കെ കേട്ടു പട്ടേൽപ്പാടിന്റെ ഭാഗവത്തിന്റെ ഒരു അധ്യായം അല്ലെങ്കിൽ 2-3 അധ്യായം കൂടി ഒറ്റ ശ്ലോകത്തിൽ പറയണതാണ് പട്ടേൽപ്പാട്. ഇവിടെ അങ്ങനെയല്ല. ഓരോ കഥകളിക്ക് ഓരോ അസുരന്മാരെ വിളിച്ചിട്ട് അതൊക്കെ പുതിയ തരത്തിലാണ്. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് ഒരു തരത്തിൽ ഒരേപോലെയല്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുക അല്ലെ. ഇപ്പൊ നമുക്കായാലും നമ്മളെ ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് പോലെ അത്ഭുതപ്പെടും. നമുക്ക് പോലെ അത്ഭുതം തോന്നും. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ ഇതിൽ നിന്ന് നമുക്ക് കരകയറ്റി കൊണ്ടുപോകുന്നത് ഓരോരുത്തരെയും? തീർച്ചയായിട്ടും എല്ലാവരും അത് തന്നെ പറഞ്ഞു. ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക, അല്ലാണ്ട് വഴി ഈശ്വരനെ ആശ്രയിക്കുക. അല്ലാണ്ട് വേറൊരു വഴി നമുക്ക് രക്ഷപ്പെടാനില്ല. നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ഭഗവാനെ ആശ്രയിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അതിലേക്ക് തന്നെ നമുക്ക് അടക്കാം അല്ലെ. ആ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ആ ദശകത്തിലേക്ക് അടക്കാം. ദശകം 43-ലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ത്വാം ഏകദാ ഗുരുമരുത്പുരനാഥ വോഢും ഗാഢാധിരൂഢഗരിമാണം അപാരയന്തി ഗാഢാതിരൂഢഗരിമാണം അപാരയന്തി മാതാ നിധായ ശയനെ കിമിതം വദേതി ധ്യായന്തി അചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. അപ്പൊ ത്വാം കണ്ടോ, അതാണ് ഗുരുവായൂരപ്പനോട് പറയണ. ത്വാം അവിടത്തെ നിന്നെ ഏകദാ ഒരിക്കൽ കണ്ടോ. ഗുരുമരുപ്പുരനാഥ ഗുരുവായൂരപ്പനെ വിളിക്കുക. ഗുരുവായൂരപ്പ. അപ്പോഴും ഗുരുവായൂരപ്പനൊരു എന്താ പറയണ്ട ഒരു ആനന്ദത്തിലിരിക്കുന്ന പട്ടേൽപ്പാടിന് മുമ്പിൽ ഇരുന്നാൽ ഗുരുവായൂരപ്പനെന്ന് ആലോചിക്കുക. അദ്ദേഹം അത്രയും ഇങ്ങനെ കണ്ടും കൊണ്ട് തന്നെയാണ് ഓരോ ശ്ലോകം ഇദ്ദേഹം പറയണതും. ആ അനുജൻ പട്ടേരിപ്പാട് എഴുതിയിരിക്കണം. അദ്ദേഹം ഒന്നും കാണുന്നില്ല. അനുജൻ ഈ ഏട്ടൻ പറയുന്നത് ഇങ്ങനെ പറയണത് ഇങ്ങനെ അധികം എഴുതിയിരിക്കാന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷെ ശ്ലോകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോ ത്വാം ഏകദ ഗുരുമരുപുരനാഥ ഹേ ഗുരുവായൂരപ്പ. ബോർഡും എടുക്കാന്ന് പറയില്ലേ. നമുക്ക് ശരിക്കും എടുക്കാൻ കുട്ടികളെ എടുക്കില്ലേ, അതാണ് ബോർഡ് എന്ന് പറയുക. അതിന് ഗാഠാതിരൂഢ ഗരിമാണം, ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റ് അപാരയന്തി പറ്റുന്നില്ല. അത്രയും ബോർഡും അപാരയന്തി എടുക്കാൻ പറ്റും. ഭഗവാൻ പെട്ടെന്ന് വെയിറ്റ് കൂടി. ഭഗവാൻ എടുത്തോണ്ടിരിക്കുകയെന്ന് വെച്ചോടാമ്മ. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരിക. എടുക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ കൈക്ക് കഴിച്ചിട്ട് പോയി യശോദാമ്മക്ക്. ഇത് എന്താണാവോ പരിഭ്രമിച്ചു അമ്മ. അപ്പൊ വേഗം എന്ത് ചെയ്തു,
മാതാ അമ്മ നിധായ ശയനെ അവിടെ കിടത്തിയത്രേ. ആ കിടക്കയിൽ കിടത്തി. എന്താണാവോ ഉണ്ണിക്ക് എന്തെങ്കിലും അസുഖമാണാവോ എന്നൊക്കെ വിചാരിച്ച് മനസ്സൊടുക്കി വിടമ്പത് ഇത് എന്താണാവോ കുഞ്ഞിനും എന്ത് പറ്റിയാവോ. ജായന്തി അചേഷ്ടത ഓരോ ജോലി ചെയ്തോട്ടെ ഇത് തന്നെ വിചാരിച്ചും കൊണ്ട്. പക്ഷെ ധ്യായന്തിയാണ് ഭഗവാനെ വിചാരിച്ചു ആശ്രയിക്കുന്നു. ഇപ്പൊ ഒരു ആപത്ത് വരുമ്പോ ആ ആപത്ത് വരുന്നതിന് മുമ്പ് നമ്മളത് ശീലിച്ചാൽ തന്നെ ആപത്ത് സമയത്ത് നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യശോദാമ്മയ്ക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ഈ ഉണ്ണിയെ രക്ഷിക്കണം. ആ ഉണ്ണിയുടെ രക്ഷയ്ക്ക് ആരാ ഉള്ളത്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ഭഗവാനാന്ന് യശോദാമ്മയ്ക്ക് അറിയില്ലല്ലോ. ഇത് സാക്ഷാൽ പരബ്രഹ്മം. നമുക്ക് പോയി കഥ പറയുമ്പോൾ നമ്മള് ഉണ്ണിയോട് പറയണു നീ പരബ്രഹ്മമാണ്, പരബ്രഹ്മ സത്വമാണ്. പക്ഷെ യശോദാമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. യശോദാമ്മ അത് സാധാരണ ഒരു കുട്ടിയാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഈശ്വര ഭജനം വിട്ടില്ല. ധ്യായന്തി അചേഷ്ടത ഗൃഹേഷു നിവിഷ്ട ശങ്ക വല്ലാണ്ട് വിഷമിച്ച് ശങ്കിച്ച്. എന്താണ് അവ കുട്ടിക്ക് പെടുത്തിയിട്ട് അവിടെ കിടത്തിയിട്ട് അല്ല വിഷമിച്ചിട്ടുണ്ട്. നിവിഷ്ട ശങ്കിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുന്നുണ്ട്. അത് മനസ്സുകൊണ്ടൊരു വിഷമം, സംശയം. എന്താണാവോ ഉണ്ണിക്ക് വെയിറ്റ് കൂടിയത്, എന്തെങ്കിലും അസുഖമാണാവോ? ആരെയും കണ്ണിട്ടാ പണ്ട് കാലത്ത് പറയും കുട്ടികളെ കണ്ണിട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും അത്ര. പെട്ടെന്ന് എടുക്കാൻ പറ്റാണ്ടോ ഇത് ഒഴിഞ്ഞിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതുപോലെ യശോദാമ്മ അങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടി അകത്തേക്ക് പോയതാവും. അങ്ങനെ ഉണ്ണിക്കാണെങ്കിലും അതിലേറെ വലിയ സൂത്രം. ആ വെയിറ്റ് കൂട്ടിയതാ. അതായത് അറിയാമല്ലോ, നമ്മുടെ ആൾക്കറിയാം ഈ വരുന്നുണ്ട്, വലിയൊരു അസുരം വരുന്നുണ്ട്, തൃടാവർത്തന്റെ അയാളുടെ വരവുണ്ട്. അപ്പൊ ഈ വരുമ്പോ അമ്മ എന്നെ എടുത്തോണ്ടിരുന്നാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അയാൾക്ക് അമ്മയും കൊണ്ട് പോകേണ്ടി വരും. അപ്പൊ വേണ്ട, അമ്മ ഇവിടെ കിടത്തിക്കോട്ടെ. അമ്മ അങ്ങോട്ട് ഇല്ലാത്ത സമയത്ത് എന്നെ കൊണ്ടുപോകാണെങ്കിൽ അയാൾക്ക് ഒത്തിരി എളുപ്പമുണ്ടോ, എനിക്കും സൗകര്യമുണ്ട്, ഈ അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നുള്ള മട്ടിൽ. അതാണ് ഗുരുവായൂരപ്പന്റെ ഒരു സങ്കല്പം. ആ വെയിറ്റ് കൂട്ടി അമ്മയെ അവിടെ കിടത്തി. അമ്മ അകത്തേക്ക് പോയി. എന്നിട്ട് ജോലി ചെയ്തു അത്ര. എന്തോ ജോലി ചെയ്തെന്നെ ആയിരിക്കാം. ഈ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉണ്ണിക്കിനി എന്താണാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെല്ലാലോലെ എന്തു ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോടും ഗാഠാതിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിതം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ട ശങ്ക. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാതിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വതേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാ. താവത് വിദൂരമുപകർണിത ഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശ. എവിടെ നിർത്താണ്ട് ചെല്ലണതാണ്. അതാണ് താവത് വിദൂരം എന്ന് വേണമെങ്കിൽ അവിടെ നിർത്താം. എന്നാലും നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ ഉപകർണിത ഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശ ഒന്നിച്ചങ്ങോട്ട് ചെല്ലിപ്പോയാൽ മതി. അത് ആ വാക്കുകളെ ശ്രദ്ധിച്ച് താവത് വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശ വാത്യാവപു സകില ദൈത്യവരഹ തൃണാവർത്താഖ്യോ. അപ്പൊ ദൈത്യവര തൃണാവ എന്ന് നിർത്തരുത്, കാരണം തൃണാവർത്തൻ എന്നുള്ള പേരാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തൃണാവർത്താഖ്യോ അതൊന്നിച്ച് തന്നെ പറയണം. അപ്പൊ അത് എവിടെ വേണമെങ്കിൽ നമുക്ക് നിർത്താം. വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസ ഹരിണം ത്വാം. ആ സമയത്ത് അതായത് യശോദാമ താവത് വിദൂരം ഉപകർണിത ഘോഷ്, അത് വല്ലാണ്ടൊരു ശബ്ദങ്ങളൊക്കെ കേൾക്കാത്രേ. ദൂരെ നിന്നൊരു വല്ലാത്തൊരു ശബ്ദം. ആ ശബ്ദം മാത്രല്ല, വ്യാജരംഭി പാംസു പടലി പൊടിപടലങ്ങളൊക്കെ ഉയർന്നിങ്ങനെ വരിക. വല്ലാത്തൊരു ഈ കൊടുങ്കാറ്റ് വരുമ്പോ ഒരു ശബ്ദം വരും, ഊന്നൊരു ശബ്ദമല്ലേ. ആ ശബ്ദവും മാത്രല്ല, എവിടെ നോക്കിയാലും പൊടി നിറഞ്ഞുകൊണ്ടിരുന്നു അത്ര. അതാണ് ഉപകർണിത ഘോര ഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിതാശ. എല്ലാ ദിക്കുകളും എല്ലാ സ്ഥലങ്ങളിലും ഈ പൊടി നിറഞ്ഞുകൊണ്ട് ഒരു ശബ്ദവും കേട്ടു അത്രേ. കുറച്ച് ദൂരത്തായിട്ട്, വളരെ ദൂരത്തുനിന്ന് ഒരു ശബ്ദവും മാത്രല്ല, ആ ശബ്ദത്തിന്റെ കൂടെ തന്നെ പൊടിപടലും. വാത്യാവപു, ആ വാത്യം വായുവിന്റെ രൂപത്തില്, അതിന്റെ കാറ്റിന്റെ രൂപത്തില് വാത്യാവപുസ്തകില. ആ അസുരൻ ദൈത്യവര, ഇവിടെ പേരിട്ട് ദൈത്യവരനാണ്. വെറും ദൈത്യനല്ല, ദൈത്യനിൽ തന്നെ ശ്രേഷ്ഠനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ വീരനായിട്ടുള്ള ആളെന്നൊക്കെ പറയില്ല, ദൈത്യവര. അല്ല പേരാണ് തൃണാവർത്താഖ്യോ. തൃണാവർത്തൻ എന്ന പേരായിട്ടുള്ള ആ ഒരു അസുരൻ വാത്യാവപു കാറ്റിന്റെ രൂപം എടുത്തിട്ട് വന്നിട്ട് ജഹാര എടുത്തുകൊണ്ട് പോയി ഇത്രേ. ആരെ എടുത്തുകൊണ്ട് പോയി? ജനമാനസഹാരിണം, ജനങ്ങളുടെ മനസ്സിനെ മുഴുവൻ ഹരിക്കുന്ന, പിന്നെ
അപ്പൊ ഗുരുവായൂരപ്പനോട് നോക്കിയിട്ട് പറയാ, ഇതൊരു സുന്ദര ഉണ്ണിയല്ലേ, നിന്നെ എടുത്തോണ്ട് പോയി അത്രേ ആ കാറ്റേ. കാറ്റ് വന്നിട്ട് കാറ്റിന്റെ രൂപത്തിലുള്ള അസുരൻ അവിടത്തെ എടുത്തുകൊണ്ട് പോയി. ജഹാര ജനമാനസഹാരിണം ത്വാം താവത് വിദൂരമുപകർണിത ഘോര ഘോഷ വ്യാജൃംബിപംസു പടലീ പരിപൂരിതാശ വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. താവദ്വിദൂരമുപകർണിത ഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശ വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാദേ ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപി അകുശലേ കിമപ്യകുശലേ പശുപാലലോകെ ഹാ ബാലകസ്യ കിം ഇതി ത്വദ് ഉപാന്തം ആത്മാ. അപ്പൊ ത്വദുപാന്തമാത്മാ മാതാ ഭവന്തം അവിലോക്യ ഭൃശം ദുരോധ ഉദ്ദാമപാംസു പടലീ ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാത. വെള്ളേന്റെ ഇരുട്ട് നിറഞ്ഞു അത്രേ. അപ്പൊ പകലിനെയായിരുന്നു അത്. ആ കൊടുങ്കാറ്റിന്റെ ശക്തി കൊണ്ടും അല്ലെങ്കിൽ ആ പൊടിപടലം കൊണ്ടേ ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റാണ്ട്. തിമിരാഹത ദൃഷ്ടിപാത, ഒന്നും കാണാൻ പറ്റാണ്ട് ആ പൊടിപടലം കൊണ്ട്. ദ്രഷ്ടം കിമപി അകുശലെ, കാണാനൊന്നും പറ്റണില്ല. പശുപാലലോകി, ഈ ആ എല്ലാവർക്കും കാണാൻ പറ്റില്ല. എന്താ ഉണ്ടായിരുന്ന ശബ്ദം കേൾക്കാണ്ട് പൊടിപടലം നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും കാണാനും പറ്റില്ല. അപ്പൊ ഈ ഗോപന്മാരും എല്ലാവരും കൂടിയിട്ട് ഹാ ബാലകസ്യ കിം ഇതി ത്വദ് ഉപാന്തമാപ്താം. അതായത് യശോദാമ്മയ്ക്ക് നല്ലപോലെ അറിയാം, യശോദാമ്മയും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഉണ്ണിയൊക്കെ എടുത്തേക്കുന്ന സ്ഥലം നല്ലോണം അറിയണത് യശോദാമ്മയ്ക്ക് മാത്ര. അപ്പൊ എന്താണ് ആ ഉണ്ണിക്ക് പറ്റിയ ഹാ ബാലകസ്യ കിം ഇതി, ഉണ്ണിക്ക് എന്തിനും എന്താണോ പറ്റിയാവോ, എന്തോ ശബ്ദം കേൾക്കാണ്ടല്ലോ, കാറ്റ് വരുന്നുണ്ടല്ലോ, കാറ്റ് പൊടിപടലങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ത്വദുപാന്തം, ഭഗവാനെ കിടത്തിയ സ്ഥലത്തേക്ക് വന്നു അത്ര വേഗാപ്തം. എന്നിട്ടോ മാതാ, അമ്മയാണെങ്കിൽ നോക്കുമ്പോഴോ ഭവന്തമവിലോക്യ, അമ്മ ഭഗവാനെ കിടത്തിയേക്കുന്ന സ്ഥലത്ത് വന്നപ്പോ അവിടത്തെ കാണാനില്ല, ഉണ്ണിയെ കാണാനില്ല. ഞാൻ ഇവിടെ കിടത്തിയിട്ടാണല്ലോ പോയത്. എന്നിട്ടോ ഭൃശം ദുരോധ, ഉറക്ക കരഞ്ഞു അത്ര യശോദാമ്മ. അവിടെ കിടത്തിയിട്ട് പോയതാണ് ഉണ്ണി, ഒന്നും കാണാനും ഇല്ലല്ലോ, ഇവിടെ പോയാ ഉണ്ണി എന്നുള്ള മട്ടില് ഭൃശം ദുരോധ ഉറക്ക കരഞ്ഞു. ഉദ്ദാമ പാംസു തിമിരാഗത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ആ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം ദുരോധ. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. താവത് സഹ ദാനവരഃ അഭി ദാനവരോപി ച ദീനമൂർത്തി ഭാവത്കഭാര പരിധാരണ ലൂനവേഗ സങ്കോചമാപ തദനു ക്ഷതപാംസു ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. താവൽ, ആ സമയത്ത് സദാനവരോപി, വലിയ ശക്തിയുള്ള അസുരനാണെങ്കിലും അതാ ദാനവരനാണെങ്കിലും വലിയ അസുരൻ എന്തായി, ദീനമൂർത്തി ചെയ്യത്രേ. അത്രയ്ക്കും ക്ഷീണിച്ചു പോയി. എന്നിട്ടോ ദീനമൂർത്തി എങ്ങനെ ഭാവത്കഭാര പരിധാരണ ലൂനവേഗ, ഭഗവാന്റെ ആ ഭാരം താങ്ങാൻ വയ്യാണ്ട് എടുത്തോണ്ട് പോയതാ വലിയ സാമർഥ്യത്തില്. അപ്പൊ സാധിച്ചിരുന്നു. ഇപ്പൊ നോക്കുമ്പോ എടുക്കാൻ പറ്റില്ല, താനങ്ങാൻ പറ്റില്ല, അതേ താങ്ങാൻ പറ്റില്ല, അത്ര ശക്തി. ഭാവത്കഭാര, ഭഗവാന്റെ ഭാരം കൊണ്ട് പരിധാരണ ലൂനവേഗ, എടുക്കാൻ പറ്റില്ല അത്ര ഭഗവാന്റെ ഭാരം കൊണ്ടേ. വല്ലാണ്ട് ക്ഷീണിച്ചു ദീനമൂർത്തിയായിട്ട് മാറിയാള്, ഈ എടുക്കാൻ പറ്റാണ്ട്. എന്നിട്ടോ സങ്കോചമാ, വല്ലാണ്ട് അങ്ങോട്ട് ക്ഷീണിച്ചു പോയി, ചെറുതായി. വലിയ അസുരന്റെ രൂപമാണ് അല്ലെ, വലിയ കാറ്റിന്റെ ആ ശക്തിയൊക്കെ കുറഞ്ഞ, അയാളുടെ ശക്തിയും കുറഞ്ഞ സങ്കോചമാവ, അല്ലാണ്ട് ക്ഷീണിച്ച് ചെറുതായി പോയി, ചുരുണ്ടു പോയി എന്ന് പറയില്ലേ, അങ്ങനെ സങ്കോചമാവ. അപ്പോ തതനു, ആ സമയത്ത് ക്ഷതപാംസു ഘോഷേ, ആ പൊടിപടലൊക്കെ നിന്നു, ശബ്ദങ്ങളൊക്കെ നിന്നു. അവിടെ ഒന്നുമില്ല ശബ്ദം വെച്ചാൽ ഇയാള് ക്ഷീണിച്ചു പോയി. അപ്പൊ ഈ പൊടിപടലും കാറ്റിന്റെ ശക്തി ഒന്നുമില്ല. അപ്പൊ
ഒരു ശബ്ദവും ഇല്ല ആ സമയത്ത്. ക്ഷതപാംസു ഘോഷ, ആ സമയത്ത് ഘോഷേ. അപ്പൊ ആ ഘോഷയുടെ അർത്ഥം, നാലാമത്തെ വരിയിലെ ആ ഘോഷയുടെ അർത്ഥം അമ്പാടി എന്നാണ്. ഈ ഘോഷം എന്നുള്ള അർത്ഥത്തിൽ അമ്പാടി എന്നുള്ള അർത്ഥം മറ്റേ ഘോഷ എന്നുള്ള ശബ്ദത്തിനും അർത്ഥം പറയുക. അപ്പൊ രണ്ടർത്ഥങ്ങൾ ഒരേപോലെ പ്രയോഗിക്കുക. ഭട്ടേരിപ്പാടിന്റെ മഹത്വം, കവിത അല്ലെങ്കിൽ കഴിവ്, അല്ലെ? ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ, ഒരേ വാക്കുകൾ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കുക. ഇവിടെ ഘതപാംസു ഘോഷേ ഘോഷേ വ്യതായത, അവിടെ പൊന്തി വന്നു അത്ര. എന്താ ശബ്ദം മാത്രം, വേറെ ഒരു ശബ്ദവും ഇല്ല. അപ്പൊ അവിടെ പൊന്തി വന്നു ഒരേ ശബ്ദമേ ഉള്ളൂ. എന്താ? ഭവജ്ജനനീ നിനാദ, അമ്മയുടെ ശബ്ദം. ആ അമ്മയുടെ കരച്ചില് മാത്രം കേൾക്കാണ്ട, ബാക്കി എല്ലാം ഒന്നുമില്ല അവിടെ. എല്ലാ ശബ്ദങ്ങളും ഇല്ലാണ്ടായി. ഈ അസുരന്റെ ശക്തി കുറഞ്ഞതുകൊണ്ട്, ആ കാറ്റിന്റെ ശക്തിയും എല്ലാത്തിന്റെ പൊടിപടലങ്ങളും നിന്നു. പിന്നെ അവിടെ ആകെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, ഈ അമ്മയുടെ ഉറക്ക കരിയമ്മ. എന്നെ കാണാല്ലേ എന്റെ കൃഷ്ണ ഉണ്ണീന്ന് വെച്ച് ഉറക്ക കരിയില്ല, ഗുരുവായൂരപ്പാന്ന് വിളിച്ച് കരയണ പോലെ ഉറക്കെ യശോദാമ്മ ഉറക്ക കരയണ ആ ശബ്ദം മാത്രം കേൾക്കാണ്ട്. താവൽ സദാനവരോപിജദീനമൂർത്തി ഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപതനുക്ഷതപാംസുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. താവത്സദാനവരോപി ച ദീനമൂർത്തി ഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപതനുക്ഷതപാംസുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. ലോതോപകർണനവശാത് ഉപഗമ്യ ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും കരയാൻ തുടങ്ങി. ക്രന്ദൽസു നന്ദമുഖ ഗോപകുലേഷു, എല്ലാവരും കരയാൻ തുടങ്ങി. അപ്പൊ ദീനഹ, അയാള് വളരെ ദീനനായി, ക്ഷീണിച്ചു. അയാളുടെ വേഗവും കുറഞ്ഞ് എടുത്തോണ്ട് പോണേച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വിടിയിക്കണം എന്നുള്ള വിചാര. അപ്പൊ ഈ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടിയിക്കാൻ പറ്റില്ല. പിന്നെ വിടൂ എന്ന് പറയണ്ടേ ഭഗവാൻ. അപ്പൊ അയാളാണ് ഭഗവാനെ എടുത്തിരിക്കണേ. ഭഗവാൻ അയാളെ എടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് താങ്ങാൻ പറ്റില്ല. എങ്ങനെയൊന്നും വിട്ടാ മതിനായി ഭഗവാൻ. ഒരിക്കലും വിട്ടുന്നില്ല, വിടാൻ പറ്റില്ല. കറണ്ട് പോലെ ഒരിക്കൽ പിടിച്ചാൽ പിന്നെ വിടാൻ പറ്റില്ല ഭഗവാനെ. അപ്പൊ ത്വാം ദാനവഹാത്വ അഖില ശക്തികരം, അഖില മുക്തികരം, എല്ലാ ലോകത്തുള്ളവർക്ക് മുഴുവനും മുക്തി കൊടുക്കണ ത്വാം ഭഗവാനെ മോക്ഷു. ആ ഭഗവാന് മോക്ഷം കൊടുക്കാൻ ആഗ്രഹിച്ചു അത്ര അയാൾ. എന്നുവെച്ചാ ഭഗവാനെ വിടാൻ. എങ്ങനെയുള്ള ഭഗവാൻ? ലോകത്തിന് മുഴുവൻ മുക്തി കൊടുക്കണ ഭഗവാൻ. അതാണ് അഖില മുക്തികരം. ലോകത്തിന് മുഴുവൻ മുക്തി കൊടുക്കണ ഭഗവാനെ മോക്ഷു, മോക്ഷം കൊടുക്കാൻ ആഗ്രഹിച്ചു. വെച്ചാൽ വിടാൻ ആഗ്രഹിച്ചു. പറ്റില്ല. തൊയ് അപ്രമുഞ്ചതി, ഭഗവാൻ മുക്തി തരുന്നില്ല അത്രേ. അതായത് ഭഗവാൻ വിടുന്നില്ല എന്ന് വിചാരിച്ച പവാത അയാള് വീഴ അത്രേ. വിയത് പ്രദേശ, ആകാശത്തിന് താഴത്തേക്ക് ഇങ്ങനെ വീണ. അപ്പൊ ഇവരെല്ലാവരും കൂടി നോക്കുമ്പോ വലിയൊരു രൂപം അയാൾ ഇങ്ങനെ താഴത്തേക്ക് വീണ കാണുന്നത്. കൂട്ട കയ്യില് അയാളുടെ മേത്ത് ആ ഉണ്ണിയുണ്ട്. അത് കാണാണ്ട് ഇവർക്ക്. അപ്പൊ ഇതൊക്കെ കണ്ട് കരഞ്ഞു വരും. നോക്കുമ്പോ ആ ശബ്ദമൊക്കെ യശോദാമ്മയുടെ ശബ്ദം കേട്ടാട്ടോ ഓടി വരുന്നത്. ഇവിടെ വന്നപ്പോ ഇവരൊക്കെ കൂടി കരയാ, എല്ലാവരും കരയുക. ആ സമയത്താണ് ഇയാള് ആ മോളിന്ന് പവാദവിയത് പ്രദേശ, ആകാശം അങ്ങോട്ട് വീണു അത്രേ. രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദസ്സു നന്ദമുഖ ഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ത്വയ്യപ്രമുഞ്ചതി പപാതവിയത് പ്രദേശാത്. രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദത്സു നന്ദമുഖ ഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ത്വയ്യപ്രമുഞ്ചതി പപാതവിയത് പ്രദേശാത്. രോതാകുലാസ്തദനു ഗോപഗണ ബഹിഷ്ഠപാഷാണ പൃഷ്ഠഭുവി. അതൊന്നിച്ച് ബഹിഷ്ഠപാഷാണ പൃഷ്ഠഭുവി ദേഹം അതിസ്ഥവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തം അമുഷ്യ വക്ഷസി അക്ഷീണം. അപ്പോ അത് വക്ഷ എന്ന് വെച്ചിട്ട് ക്ഷീണം ചെല്ലരുത്.
വക്ഷസ്യ ക്ഷീണമേവ, അല്ലെങ്കിൽ വക്ഷസി അക്ഷീണമേവ, അങ്ങനെയും ചെല്ലാം. അപ്പൊ സൗകര്യം പോലെ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തം അലം ഹസന്തം. വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. രോധാകുല, എല്ലാവരും കരയാണല്ലോ, ഒക്കെ കരയാക്കും. ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ കരച്ചില്ല. ആ കരച്ചും കൊണ്ടിരിക്കും. രോധാകുലസ്തതനു ഗോപഗണ, ഈ ഗോപന്മാര് ഗോപസ്ത്രീകളും എല്ലാവരും കൂടി ബഹിഷ്ടപാഷാണ പൃഷ്ഠഭൂവി, പുറത്തുള്ള വലിയൊരു പാറയുടെ പുറത്ത്, അതാണ് ബഹിഷ്ടപാഷാണ പൃഷ്ഠഭൂവി. ആ പാറയുടെ പുറത്ത് ദേഹമതിസ്ഥവിഷ്ടം, ദേഹം കണ്ടു അതിസ്ഥവിഷ്ടം, വലിയൊരു ശരീരം വന്ന് വീണ്, വലിയൊരു വസ്തു പോലെ ശരീരം വന്ന് വീണത് പ്രൈക്ഷന്ത, അവര് കണ്ടുന്ന്. ഇവര് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ മോളിൽ നിന്ന് ഇങ്ങനെ വലിയൊരു രൂപം, വലിയൊരു ശരീരം, അതിസ്ഥവിഷ്ടമായിട്ട് വിപുലമായിട്ട് ദേഹം, പാഷാണ പൃഷ്ഠഭൂമി, അതായത് ബഹിഷ്ടപാഷാണ പുറത്തുള്ള വലിയൊരു പാറയമേൽ വന്ന് വീഴ പ്രൈക്ഷന്ത. അന്ത കഷ്ടം നിപതന്തം അമുഷ്യ വക്ഷസി അക്ഷീണ, അതിങ്ങനെ വീണത് കണ്ടുന്ന്. നിപതന്തം അവര് കണ്ടു. പ്രൈക്ഷന്ത, വലിയ മോളിൽ നിന്ന് വീണത് അവര് കണ്ടപ്പോ എന്താ, അയ്യോ കഷ്ടം, അമുഷ്യ വക്ഷസി, അയാളുടെ വക്ഷസില്, അവര് തമ്മിൽ പറയാ ആ വക്ഷസില്, അത് മാത്രല്ല അക്ഷീണമേവ ച ഭവന്തം. അപ്പൊ ഈ ഭഗവാനോ അക്ഷീണമാണ്, ഒരു ക്ഷീണവും ഇല്ല. ഇപ്പൊ ഇത്ര നേരം കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടും ഭഗവാൻ ഒരു ക്ഷീണവും ഇല്ല. അക്ഷീണമേവ ച ഭവന്തം അലം ഹസന്തം. അപ്പൊ വലിയൊരു പാറയുടെ മുകളിൽ ഇയാൾ വന്ന് വീണു. ആ മേത്ത് വളരെ സുന്ദരനായിട്ട് ഉണ്ണി അവിടെ ചിരിച്ചും കൊണ്ട്, ഹസന്തം ചിരിച്ചും കൊണ്ട് കിടക്കുന്നത് കണ്ടു അത്രേ ഇയാളുടെ മേത്ത്. അപ്പൊ അത്രയും അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല. വക്ഷസി അക്ഷീണമേവച്ച ഭവന്തമലം ഹസന്തം. രോധാകുലാസ്തനു ഗോപഗണ ബഹിഷ്ടപാഷാണ പൃഷ്ഠഭുവി ദേഹമതിസ്ഥവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. രോധാകുലാസ്തനു ഗോപഗണാ ബഹിഷ്ടപാഷാണ പൃഷ്ഠഭുവി ദേഹമതിസ്ഥവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുചോപരി ദൃഷ്ടഹാസം. ആ ഒരു കവിത, അതാണ് ഇത്. ഈ കവിതയുടെ മഹത്വം കൊണ്ടും ഉണ്ടാവും. പിന്നെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പൊ അത് ആ വാക്കുകൾ നോക്കൂ. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുചോപരി ദൃഷ്ടഹാസം ആജ്ഞാനം അംബുജകരേണ ഭവന്തം ഏത്യ ഗോപാ ദദുഹു ഗിരിവരാദിവ ദധുർഗിരിവരാദിവ നീലരത്നം. ഗ്രാവപ്രപാത, പാറയുടെ മേലെ വീണക്കുന്ന പരിപാത പരിഷ്ട ഗരിഷ്ഠദേഹ, വലിയൊരു ശരീരം. ആ പാറയുടെ മുല വലിയ കറുത്ത നിറത്തില്, പാറയുടെ മുല കറുത്ത നിറത്തില് വേറൊരു രൂപം. അതാണ് പാഷാണ ഗ്രാവപ്രപാത പരിവിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി. ആ ചത്ത അസുരന്റെ ആ പാറയുടെ മുകളിലേക്ക് അങ്ങോട്ട് വീണപ്പോ അയാള് തത്വം ഒന്നും ഇല്ലാണ്ട് അയാള് ശരീരം അങ്ങോട്ട് നശിച്ചാലും ചെതറിപ്പോയിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ വലിയൊരു രൂപമായതുകൊണ്ട് അതിന്റെ മേലെ ദുഷ്ടധനുജോപരി, അതിന്റെ മേലെ കിടക്കുന്നുണ്ട് ആരാ, ഭഗവാനെ കണ്ടത്. ദൃഷ്ടാസു ദുഷ്ടധനുജോപരി. എങ്ങനെയായിരിക്കും? ദൃഷ്ടഹാസം, ചിരിച്ചും കൊണ്ട്, ഒരു കൂസലും ഇല്ല, ഒരു വിഷമവും ഇല്ലാണ്ട് പൊട്ടിച്ചിരിച്ച് കളിക്കി കിടക്കാത്ര അവിടെ. ചിരിച്ച് മാത്രല്ല, ആജ്ഞാന കൈ അംബുജകരേണ, താമരപ്പൂ പോലുള്ള കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് അത്ര അയാളുടെ പുറത്ത് കിടന്നിട്ട്. അയാളുടെ ശരീരത്തിൽ കിടന്ന് കൈയടിച്ച് കളിക്കില്ലേ കുട്ടികൾ, ഇങ്ങനെ മേത്തടിച്ച് കളിക്കണ പോലെ. അവര് ഗോപാഹ, ഗോപന്മാര് എന്ന് പറയും. അതാണ് ഇവിടെ ഈ ഗോപാഹ എന്ന് പറയുമ്പോ ശരിക്കും ഗോപസ്ത്രീകൾ എടുത്തു എന്നാണല്ലോ ഭാഗവത്തിൽ പറയണത്. അപ്പൊ ഇവിടെ ഗോപ എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിക്കും അത്രേ ഗുരുവായൂരപ്പനെ. അപ്പൊ ഇവിടെ ഗോപ എന്ന് പറയുമ്പോ ശരിക്കും ഗോപന്മാരെന്നാണ്. അപ്പോ ഭട്ടതിരിപ്പാട് ഇവിടുന്ന് പറയൂ അത്രേ, ശരിയാണല്ലേ. പക്ഷെ ഇത് ഗോപ എന്ന് രണ്ടും അർത്ഥമുണ്ട്. അതായത് ഗോപന്മാരെന്നും അർത്ഥമുണ്ട്, ഗോപസ്ത്രീകൾ എന്നും അർത്ഥമുണ്ട്. അങ്ങനെയും പറയുന്ന ഒരു ഭക്തന്മാരുടെ ഇതുകളാണ്. അപ്പൊ ഗോപ
ദധുർഗിരിവര അവരെടുത്ത് ഗോപികളെടുത്തു എന്നാ ഭാഗവത്തിലുള്ളത്. ഇവിടെ ഗോപാഹ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗോപന്മാര്. അപ്പൊ ഗുരുവായൂരപ്പൻ പറയാത്ത രണ്ടും ശരി തന്നെയാ. ഗോപന്മാരായാലും ഗോപസ്ത്രീകളായാലും രണ്ടിനും ഗോപാഹ എന്ന് പറയാത്രേ. അപ്പൊ അങ്ങനെ ഗോപി ഗോപാഹ എന്ന് പറയാം. അപ്പൊ ഗോപികന്മാർക്കും പറയാം ഗോപാന്ന, ഗോപന്മാർക്കും പറയാന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ ഗുരുവായൂരപ്പന് ഭട്ടതിരിപ്പാട് പറഞ്ഞു കൊടുത്തു. ചോദിച്ചപ്പോഴേ സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താ ഭട്ടതിരിപ്പാട്. അങ്ങനെ അവര് തമ്മിലുള്ള അങ്ങോട്ടുള്ള ആ ഒരു വർത്തമാനങ്ങളൊക്കെ. അപ്പൊ ദധു എടുത്തുള്ള ഗോപന്മാര് അല്ലെങ്കിൽ ഗോപസ്ത്രീകൾ അല്ലെങ്കിൽ അവര് വന്ന് എടുത്തു എന്നാണ്. ഗോപന്മാര് വന്ന് എടുത്തു അത്ര. അതാണ് ഗിരിവരാധിപ. വലിയൊരു പർവ്വതത്തിൽ നിന്ന് നീലരത്നം, നീല നിറത്തിലുള്ള ഒരു രത്നം എടുക്കണ പോലെ ആ ഉണ്ണിയെ എടുത്തു അത്രേ. ആരെടുത്താലും എന്താ, രണ്ടായാലും ഗോപന്മാരായാലും ഗോപസ്ത്രീകളെ നമുക്കിപ്പോ എന്താ വേണ്ടേ? ആ ഉണ്ണിയെ കാണുക അല്ലെ? ആ കൈയിട്ട് അടിച്ച് കളിക്കണ ഉണ്ണിയെ ഇവര് കയറി അതിന്റെ മുകളിൽ, പാറയുടെ മുകളിൽ കയറി അതിന്റെ മുകളിൽ നിന്ന് ആ അസുരന്റെ മേത്തിന്ന് അതിനെ എടുത്തു അത്രേ. ഉണ്ണിയെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ ആജ്ഞാനം അംബുജകരേണ ഭവന്തമേപ്യ ഗോപാ ദധുർഗിരിവരാധിപ നീലരത്നം ഗ്രാവ പ്രഭാത പരിവിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടതനുജോ പരിധൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാധിപ നീലരത്നം. ഗ്രാവപ്രഭാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടതനുജോ പരിദൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാധിപ നീലരത്നം. ഏകൈകം ആശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപ പരിരബ്ധ വിചുംബിതാംഗം. അത് ഒന്നിച്ച് പറഞ്ഞോളൂ കേട്ടോ. നികാമനന്ദൻ ചെല്ലാൻ വേണമെങ്കിൽ, പക്ഷെ ഒന്നിച്ച് പറയാൻ നല്ലത്. നികാമനന്ദൻ നന്ദാദിഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം. അതും അതെ, ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം. പാദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം ഏകൈകമാശു. ഓരോരുത്തരായിട്ട് ആശു പെട്ടെന്ന് വേഗം വേഗം ഒരാൾ കയ്യിൽ എടുക്കാൻ മറ്റേ ഇങ്ങനെ കൊടുക്കില്ലേ, അങ്ങനെ ഇങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുക അത്ര. ഉണ്ണി ഏകൈകമാശു പരിഗൃഹ്യ ഓരോരുത്തരായിട്ട് എടുക്കാത്ര. നികാമനന്ദൻ നന്ദാദി ഗോപ പരിരബ്ധ. ഈ നന്ദഗോപർ തുടങ്ങിയിട്ടില്ല, എല്ലാവരും ഗോപന്മാരെ സന്തോഷിപ്പിച്ചും കൊണ്ടാണ് അല്ലെ. ഓരോരുത്തർ കൈ കിട്ടുമ്പോഴേക്കും കയ്യിലെ കെട്ടിപ്പിടിക്കുക ഉണ്ണിയെ. കൈ പെട്ടിപ്പിടിച്ച് അവരെ ചുംബിക്കുക, എന്തൊക്കെയോ ചെയ്യും അല്ലെ. അത്ര ആനന്ദത്തിൽ അവർ മുഴുകിയിരിക്കുക ഓരോരുത്തരായിട്ട്. അപ്പൊ ഇവിടെ നന്ദാദിഗോപ പരിരബ്ധ വിചുംബിതാംഗം അവൻ ചുംബിക്കണമുണ്ട്. ഈ ഗോപന്മാരെ ഓരോരുത്തർ എടുത്തുകൊണ്ട് നോക്കുമ്പോ ആദാതുകാമ പരിശങ്കിത ഗോപനാരി, അവർക്കും ആദാതുകാമ അവർക്ക് എടുക്കണമെന്നുണ്ട്. ഈ ഗോപസ്ത്രീകൾക്ക് ഉണ്ണിയൊന്നും എടുക്കണമെന്നുണ്ട്. പക്ഷെ അവര് ശങ്കിച്ച് നിൽക്കുക അവിടെ. കാരണം യശോദാമ്മയ്ക്ക് ഒരു സങ്കടം തന്നെ, ഉണ്ണി അവിടെ കിടത്തിയിട്ട് പോയതാണല്ലോ എന്നുള്ള വിചാരം ഉണ്ട്. അപ്പൊ ഉണ്ണി അവിടെ കൈ കിട്ടിയിട്ടുമില്ല. ഇതിനു മുമ്പ് നമ്മൾ ആ മറ്റേതില് ഉണ്ണി ആർക്കും കൊടുത്തിട്ടില്ല അല്ലെ. ഇപ്പൊ യശോദാമ്മയുടെ കൈ കിട്ടുമ്പോ ആദാതുകാമ പരിശങ്കിത ഗോപനാരി ഹസ്തംബുജ പ്രപതിതം, അതായത് ഗോപസ്ത്രീകള് ഉണ്ണി എടുക്കാനും മോഹിച്ച് നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്തങ്ങോട്ട് ചാടി എത്ര ഉണ്ണി. അപ്പൊ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് ഉണ്ണി ചാടിന്ന്, അതായത് യശോദാമ്മയുടെ അടുത്തേക്ക് കൈ കിട്ടി ഉണ്ണിയെ. ഹസ്താംബുജ പ്രപതിതം. അങ്ങനെയല്ല, ഇതൊക്കെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഡയലോഗുകളാ. അത് ഭാഗവത്തിലുള്ള ഭാഗമൊന്നും അല്ല. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് അവിടെ വെച്ച് നിർത്തി. ആ തൃണാവർത്തവതം നമ്മൾ ഭാഗവത്തിൽ പോയി നോക്കൂ. ഇവിടെ വെച്ച് നിർത്തി. ഗോപാദധുർഗിരിവര എടുത്തുകൊണ്ട് വന്നു, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ കഥ തുടങ്ങി. ഇവിടെ അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് സംസാരിക്കാൻ നോക്കൂ. ഓരോരുത്തരായിട്ടാ ഉണ്ണി എടുത്തു. അപ്പൊ നമുക്കും അത് ഗുരുവായൂരപ്പനോട് സംസാരിക്കാൻ നമുക്കും ഉണ്ണിയെ കിട്ടണു, കൈ കിട്ടണു. അങ്ങനെ ഓരോരുത്തരായിട്ട് കൈമാറി ഇങ്ങനെ പോയി. ഗോപസ്ത്രീകൾ മാറി നിൽക്കുക. അപ്പൊ കയ്യിലേക്ക് അങ്ങോട്ട് ചാടി അത്രേ. അങ്ങനെയല്ല ഗുരുവായൂരപ്പ, ഞാനിത് അവിടെ നമസ്കരിക്കണം. അപ്പൊ ഇവിടെ ഒരു പ്രധാന ഭാഗമാണ് പ്രണമോ ഭവന്തം. അപ്പൊ ഞാൻ ഗുരുവായൂരപ്പൻ ഇതാ അങ്ങനെ ഓടിച്ചാടി കളിക്കണം. ഉണ്ണികൃഷ്ണ എന്റെ ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് ഞങ്ങളും കൂടി ചാടി കളിക്കുന്നു പറയും അവിടെ എഴുന്നള്ളിക്കുമ്പോ ഇല്ലേ. ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കുമ്പോ എല്ലാ ആനപ്പുറത്തേക്കും ചാടുവത്രേ ഗുരുവായൂരപ്പനെ. അതുപോലെ ചാടിക്കളിക്കുക, ഓരോരുത്തരെ കയ്യിലെടുക്കട്ടെ. അങ്ങനെയുള്ള ഉണ്ണിയെ ഞാനിതാ പ്രണമോ ഭവന്തം അങ്ങനെ നമസ്കരിക്കണു. ഞങ്ങളെല്ലാവരും, ഞങ്ങളെ കുറച്ചു പേര് നാരായണിയും കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉണ്ണിയെ അറിയുന്നുണ്ടല്ലോ അല്ലെ. ആ ഗുരുവായൂരപ്പ ഞങ്ങളിതാ ഇവിടെ നമസ്കരിക്കണു. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം.
ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദനന്ദ ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഭൂയഃ അഭി ഭൂയോപി കിം नु कृणुमः പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാത് സുതം നാം ഇത്യാദി മാതരപിതൃപ്രമുഖൈഃ തദാനീം സംപ്രാർത്ഥിതഃ അവനായ സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വം ഏവ ഭൂയഃ അഭി വീണ്ടും വീണ്ടും അല്ലെ ഭൂയോപി കിം नु कृणुमः ഞങ്ങൾ ഇനി എന്താ ചെയ്യാ എന്ന് പറയില്ലേ കിം नु कृणुमः ഞങ്ങൾ എന്താ ചെയ്യാ ഇങ്ങനെ എപ്പോഴും ആപത്ത് വരികയാണല്ലോ അല്ലെ പ്രണതാർത്തിഹാരി എല്ലാ ഭക്തന്മാരുടെ മുഴുവൻ പ്രണതാർത്തിഹാരി ആർത്തന്മാരുടെ ദുഃഖം മുഴുവൻ മാറ്റണം അല്ലെങ്കിൽ ഭക്തന്മാരുടെ ദുഃഖം മുഴുവൻ മാറ്റണം ആ ഗോവിന്ദ ആ ഗോവിന്ദനാണല്ലോ ഭൂയഹാബി വീണ്ടും പരിപാലയതാൽ വീണ്ടും നമ്മുടെ സുതം ഞങ്ങളുടെ ഉണ്ണിയെ വീണ്ടും രക്ഷിച്ചത് ആരാ എത്ര ആപത്ത് വന്നാലും ഞങ്ങളെ രക്ഷിക്കുന്നത് ആ ഗോവിന്ദൻ തന്നെയാണ് എല്ലാവരെയും രക്ഷിക്കണ ആള് എല്ലാവരെയും ദുഃഖം തീർക്കണം ആ ഗോവിന്ദൻ ഇപ്പോൾ ഗോവിന്ദൻ എന്നുള്ള പേര് വരണേ ഉള്ളൂ എന്ന് പറയും അല്ലേ ശരിക്കും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ച് പല വിഷയം അപ്പൊ ഗോവിന്ദൻ എന്നുള്ള പേര് ആദ്യം തന്നെ ഉള്ളതാ പട്ടേരിപ്പാടിനോട് പ്രയോഗിച്ചു കഴിഞ്ഞു അല്ലേ ഗോവിന്ദയേവ പരിപാലയത അപ്പൊ വിശേഷപ്പെട്ട പേരാണ് ഈ ഗോവിന്ദൻ ഗോവിന്ദൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ ഉണ്ണിയെ വീണ്ടും രക്ഷിച്ചു ഇത്യാദി ഇങ്ങനെ മാതരപിതൃപ്രമുഖൈ അച്ഛനും അമ്മയും തുടങ്ങിയിട്ടുള്ള എല്ലാവരും തദാനിയും സംപ്രാർത്ഥിതസ്ത്വതവനായ പ്രാർത്ഥിക്കാണ് ത്വതവനായ അവിടത്തെ രക്ഷിക്കാൻ വേണ്ടി ഹേ വിഭോ ഗുരുവായൂരപ്പ ത്വമേവ അവിടത്തെ രക്ഷിക്കാൻ ആരോടാ പ്രാർത്ഥിക്കണേ അവിടത്തോട് തന്നെ അവിടുന്ന് രക്ഷിക്കണേ എന്നാണ് ശരിക്കും പറയുന്നത് പട്ടേരിപ്പാട് ഗുരുവായൂരപ്പനോടാ പറയണേ കേട്ടോ പക്ഷെ ഇവര് പ്രാർത്ഥിക്കണത് ആരോടാ ഇവര് ഗുരുവായൂരപ്പനോടൊന്നല്ല അവര് പ്രാർത്ഥിക്കണ ആരോടാ അവരുടെ ഈശ്വരനോട് അല്ലെ അപ്പൊ നമുക്ക് എന്തെല്ലാം സങ്കല്പിക്കാം എത്ര നേരം വേണമെങ്കിൽ ഇത് സങ്കല്പിച്ച് നമുക്ക് ആ ഭാവനയിലേക്ക് എത്താം അപ്പൊ ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാം ഈ ഗുരുവായൂരപ്പനാണ് അവരെ രക്ഷിച്ചത് അല്ലെ പക്ഷെ അവരെന്താ പറയണേ ഈ ഗുരുവായൂരപ്പനോടല്ല ഈ ഉണ്ണി രക്ഷിച്ചു എന്നല്ല പറയുന്നത് ഗോവിന്ദൻ രക്ഷിച്ചു എന്നാ പറയുന്നത് ഗോവിന്ദൻ ഞങ്ങളുടെ ഉണ്ണിയെ രക്ഷിച്ചു ഇനി ഭഗവാനെ അവിടുന്ന് രക്ഷിക്കാതെ പട്ടേരിപ്പാട് ഗുരുവായൂരപ്പനോട് ഭഗവാനെ അവിടുത്തെ രക്ഷിക്കാൻ അവിടത്തോട് എന്നെ പറഞ്ഞു ഗുരുവായൂരപ്പനോട് എന്നെ പറഞ്ഞു ഗുരുവായൂരപ്പനെ രക്ഷിക്കാൻ താമേവത്വം പരാത്മ പ്രിയസഖ സഹിതോ നിയമിത ക്ഷേമ സന്താനോപാലത്തിൽ കാണാൻ രണ്ടുപേരും കൂടി ചെന്ന് ആരെയാ രണ്ടുപേരും കൂടി ചെന്ന് അവിടുന്ന് നാരനാരായണന്മാരെ അവിടത്തെ തന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനെ രക്ഷിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്നാണ് ഗുരുവായൂരപ്പനോട് ഭട്ടേരി അല്ല ഇപ്പൊ പറയാ ഞാൻ പറയാ എന്റെ ഉണ്ണി നിന്നെ രക്ഷിച്ചത് ആരാ നീ തന്നെ ചിരിക്കും അത്ര ഉണ്ണി അത്ര സന്തോഷമായിട്ട് ഉണ്ണി ഇരിക്കുമ്പോൾ വേണമല്ലോ അടുത്തതിലേക്ക് കടക്കാൻ ഭൂയോ വികിന്നു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാൽ സുതം ഇത്യാദി മാതര പിതൃപ്രമുഖൈസ്തദാനി സംപ്രാർത്ഥിതസ്ത്വതവനായ വിഭോത്വമേവ ഭൂയോപി കിം नु कृणुमः പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാത്സുതം നഃ ഇത്യാദി മാതരപിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വതവനായ വിഭോ ത്വമേവ ആത്മകം ധനുജം ഏവം അയി ധനുജമേവമയി പ്രധുന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനഃ അഭി അനിലാലയേശ പുനരപ്യനിലാലയേശ വിശേഷ രോഗശമനം മുഹുരർത്ഥയേ ത്വാം ഗുരുവായൂരപ്പ അല്ലെ തോണ്ടി വിളിക്കുക ഉണ്ണി സന്തോഷമായിട്ട് നമുക്കും സന്തോഷം ഉണ്ണിയോട് ചോണ്ടി വിളിക്കുക നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ലെ നിശേഷ രോഗശമനം എല്ലാ രോഗങ്ങളും മനസ്സിന്റെയും ശരീരത്തിന്റെയും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്കും വേണ്ട പ്രാർത്ഥിക്കേണ്ട ഒരു അവസരം അത് സമയം അല്ലെ ഓരോ ദശകത്തിന്റെയും ഗുരുവായൂരപ്പനോട് നമുക്ക് നേരിട്ട് പറയാ നമ്മുടെ സ്വന്തം നമ്മുടെ ഉള്ളിലിരിക്കണ ഉണ്ണി തന്നെയാ മുമ്പിൽ വന്നിരിക്കണത് നിശേഷ രോഗശമനം മുഹുരർത്ഥയെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണു ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളൊക്കെ മാറ്റി തന്നെ എങ്ങനെയുള്ളത് വാദാത്മകം വാദമായിട്ട് വന്നതാ ധനുജം അല്ലെ വാദമായിട്ട് വന്ന ആ അസുരനെ വാദാത്മകം ധനുജം ഏവം ഐ പ്രധുന്മൻ
അപ്പൊ വാദമായിട്ട് വന്ന ആ അസുരനെ വധിച്ചില്ലേ എന്റെ ഗുരുവായൂരപ്പ. അപ്പൊ അതുകൊണ്ട് വാദോദ്ഭവാൻ മമഗതാൻ, വാദത്തിൽ നിന്നുണ്ടായതാ എനിക്ക് ഈ അസുഖങ്ങള്. അല്ല, എന്റെ ഈ അസുഖം മുഴുവൻ വാദോദ്ഭവാൻ, വാദോദ്ഭവാൻ മമഗതാൻ, എന്റെ ദുഃഖങ്ങൾ മുഴുവൻ, എന്റെ രോഗങ്ങളെ ധുനോഷ്, എന്താ ഇല്ലാണ്ടാക്കാത്ത, ഇപ്പോഴും വയ്യല്ലോ, എനിക്ക് ശരീരം അനക്കാൻ വയ്യല്ലോ. അപ്പൊ ഗുരുവായൂരപ്പൻ പതുക്കെ തരാം തരാം, അതിനൊക്കെ അവസരം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കും അതെ, നമ്മൾക്കും തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല. പക്ഷെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും, ഓരോ ദുഃഖങ്ങളും, ഓരോ വേദനകളും, ഓരോ രോഗങ്ങളും തരണേ എന്തിനാ? വീണ്ടും വീണ്ടും ഭഗവാനെ വിളിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വിളിക്കില്ല, നമ്മൾ മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഓരോ പ്രശ്നം വരുമ്പോഴും, ഓരോ ദുഃഖം വരുമ്പോഴും ഈ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെ മറക്കുക. അല്ലാണ്ട് വേറെ വഴിയില്ല. വാദോദ്ഭവാൻ മമഗതാൻ കിമനോധുനോഷി, എന്റെ വാദത്തിൽ നിന്നുണ്ടായ അസുഖങ്ങൾ എന്താ മാറ്റാത്തേ ഗുരുവായൂരപ്പ? വാദമായിട്ട് വന്ന ആസുരനെ കൊന്നില്ലേ? കിം വാകരം, ഞാൻ എന്താ ചെയ്യാ എന്റെ ഗുരുവായൂരപ്പ? എനിക്കൊന്നും വയ്യല്ലോ, ആ ശരീരം അനക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റില്ല, അത്രയും വയ്യാണ്ടായിരിക്കണേ. കിം വാ കരോമി, നമുക്കൊന്നും ഒരു സുഖമില്ല ശരിക്കും. അല്ല, എത്ര സുഖമായിട്ട് നമ്മുടെ ഇരിക്കണേ, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്, എന്നിട്ട് നമ്മള് അതൊന്നും ഉപയോഗിക്കില്ല. ഈശ്വരനെ ഭജിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളും നമുക്ക് തന്നിട്ടും നമ്മൾ അതൊന്നും മുഴുവൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ കിംവാകനം വട്ടരിപ്പാട് അത്രയും ദുഃഖത്തിലും വിഷമത്തിലായിരിക്കണം. ഇനി ഞാൻ എന്താ ചെയ്യാ ഗുരുവായൂരപ്പ? പുനരഭിയനിലാലയേശ, വീണ്ടും ഞാൻ ഗുരുവായൂരപ്പ അവിടുത്തെ തന്നെ ആശ്രയിക്കാൻ തീർച്ചയായിട്ടും വിടില്ല ഞാൻ. നിശേഷ രോഗശമനം മുഹുരർത്ഥയെ, തന്റെ രോഗങ്ങളൊക്കെ മാറ്റി തരണേ ഗുരുവായൂരപ്പാ. വാദാത്മകം ധനുജമേവ മയി പ്രധുന്വൻ, വാദോദ്ഭവാൻ മമഗതാൻ കിമുനോധുനോഷി, കിം വാ കരോമി പുനരപ്യനിലാലയേശ, നിശേഷ രോഗശമനം മുഹുരർത്ഥയേ ത്വാം. വാതാത്മകം ധനുജമേവ മയി പ്രധുന്വൻ, വാതോദ്ഭവാൻ മമഗതാൻ കിമുനോധുനോഷി, കിം വാ കരോമി പുനരപ്യനിലാലയേശ, നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. ഗോവിന്ദ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിശരണം. ഹരിശരണമ. തിരുമേനി ലോഗിൻ ചെയ്തിട്ടില്ല. ചെയ്തില്ലേ? ലോഗിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഹരിശരണം. അടുത്തത് നമുക്ക് ഈ ഒരു ദശകത്തിന്റെ തത്വവിചാരത്തിനായിട്ട് പൂജ്യഗുരു തിരുമേനിയെ സ്വാഗതം ചെയ്യാം. ഹരിശരണം തിരുമേനി. ഹരിശരണം. ഹരിശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണായിരുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു ദശകമാണ് 43. അതേറ്റവും രസമായി തോന്നിയ ഒരു സംഗതി, ഒരു ദിവസം ഭഗവാന്റെ ശരീരത്തിന്റെ ഭാരം കൂടിയ കഥ പറയുന്നു. രാമകൃഷ്ണ പരമേശ്വര് ഒരു കഥ പറയാറുണ്ട്. കടലാമകള് അവരുടെ മുട്ടയിടുന്നത് കടൽ തീരത്താണ്. എന്നിട്ട് മണ്ണ് കൊണ്ട് മൂടി വയ്ക്കും. കടലിൽ പോകുമ്പോഴും നീന്തുമ്പോഴും പോകുമ്പോഴൊക്കെ അവർ ശ്രദ്ധ ഭഗവാൻ ഈ ഒരു മുട്ടയിലായിരിക്കും. എന്തായോ. അതുപോലെ പരമേശ്വരൻ പറഞ്ഞ വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ, വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ കുട്ടിയെ നോക്കാൻ സ്ത്രീകളെ വയ്ക്കും. ആ സ്ത്രീകളെ ഈ പണക്കാരന്റെ കുട്ടിയെ നോക്കുമ്പോഴും തൊട്ടിൽ കിടത്തി ഉറക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും തൻ്റെ കുട്ടിയെ വെട്ടിയിരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ തൻ്റെ കുട്ടി സേവിക്കുന്നതും പണക്കാരന്റെ കുട്ടിയാണെങ്കിലും ആ സമയത്തും ആ സ്ത്രീക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന തൻ്റെ കുട്ടിയെപ്പറ്റി ഓർമ്മയുണ്ടാവും. എന്താ പറഞ്ഞു വന്നു വെച്ചാൽ, ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ധ്യായന്തി അജേഷ്ഠ യുക്തശങ്ക എന്ന് ഉപയോഗിച്ചു. ഉണ്ണി അവിടെ കൊണ്ട് കിടത്തി, ഭാരം കൂടിയിട്ട് കൊണ്ട് കിടത്തി. ജോലികൾക്ക് പോകുന്ന യശോദ
എന്ത് ചെയ്യുമ്പോഴും ഉണ്ണിയുടെ കാര്യം ഓർത്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാവോ അവനോട് കിടക്കുന്നുണ്ട്, എന്തായി തന്നെയുള്ളൂ ഇവിടെ. അപ്പൊ അങ്ങനെയുള്ളതായ നിരന്തരമായ സ്മരണ ആണ് ഇവിടെ നമുക്കും ശീലിക്കാനുള്ളത്. എന്ത് ചെയ്യുമ്പോഴും ചെയ്യിക്കുന്ന ഈശ്വരനാണ്, സാന്നിധ്യത്തിലാണെല്ലാം നടക്കുന്നത് എന്നുള്ളതായ ഒരു നിത്യസ്മരണ എല്ലാം ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ധ്യാനം, നിരന്തര സ്മരണ. അല്ലാണ്ട് കാലത്ത് 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല ഈശ്വര ഭജനം. അത് നിരന്തരമായി ചെയ്യേണ്ടതായ ഒരു സ്മരണയാണത്. അതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഇവിടെ 1-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഈ കഥയൊക്കെ പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ ലീലകൾ പറയുമ്പോഴും ഇതൊക്കെ നമുക്ക് ആരെ ഓർക്കാനാണ് ചോദിച്ചാൽ, തൃണാവർത്തിനെ ഓർക്കാനാണോ ഭഗവാനെ ഓർക്കാൻ? തൃണാവർത്തിനെ കൂടിയിട്ട് ഭഗവാനെ ഓർക്കാൻ അല്ല നടക്കുന്നത്. തൃണാവർത്തനം ഈശ്വര സ്മരണയ്ക്ക് ഒരു നിമിത്തമായി തീരും. ഒരു കഥ പറയുണ്ടായി. ഒരു ഹോട്ടലില് നല്ല തിരക്കുള്ള സമയത്ത് ഒരാൾ വരും. ആ തിരക്കിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പണം കൊടുക്കാതെ തിരിച്ചു പോകും. ദിവസവും പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരാള് ഈ ഹോട്ടൽ ഉടമയോട് ചോദിച്ചു, നിങ്ങളിത് കാണുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്നില്ല. അപ്പൊ എന്താണ് പറയാത്തത്? അപ്പൊ പറഞ്ഞു, തിരക്കുള്ള സമയത്താണ് അയാൾ വരുന്നത്. അപ്പൊ ഈ തിരക്ക് കൊണ്ടുവരുന്നത് അയാളാണ്. അയാൾ ഐശ്വര്യം കൊണ്ടാണ് ഹോട്ടലിൽ തിരക്ക് വരുന്നത്. അങ്ങനെ ഞാൻ കാണുന്നത്. അപ്പൊ അയാൾ ഭക്ഷണം കഴിച്ച് പൊക്കോട്ടെ. അയാൾ വരുമ്പോൾ തിരക്കുണ്ടല്ലോ, അപ്പൊ എനിക്കിവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഐശ്വര്യമാണ് അദ്ദേഹം. ഈശ്വരന്റെ ഒരു പ്രതിനിധി പോലെയാണ് ഈ ഹോട്ടലുകാരൻ കാണുന്നത്. അല്ലാതെ നഷ്ടമല്ലാതെ ഒരു സേവയാണ്. ഇപ്പോ ആശ്രമത്തിൽ സന്യാസി മറ്റൊരാളൊക്കെ ഉണ്ടായി. തിരുവനന്തപുരം വർക്കല സ്വദേശിനാണ്. അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഒരു 60-62 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ ഞാൻ ചോദിച്ചു, എനിക്ക് നിങ്ങൾക്ക് വല്ലയിടത്തും സ്ഥിരമായിട്ട് വല്ലയിടത്തും താമസിച്ച് കൂടി ഇങ്ങനെ തന്നാൽ മതിയോ? പ്രായം കഴിഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല ചോദിച്ചു. അയാൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ അയാൾക്ക് ദക്ഷിണയും കൊടുത്ത് മുണ്ടും കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് വരിക എന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കൂടുതൽ മുന്നോട്ട് പോകും തോറും കൂടുതൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നുകയാണ്. കാലത്ത് എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കുമ്പോൾ പല വൃക്ഷങ്ങള്, പല കിളികള്, പലതും കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ കൃഷ്ണകർത്താവിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ കൊടും മഴയായിരുന്നു ഇവിടെ കാലത്ത്. ആകാശത്തിന് ഓട്ട വീണമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പോഴും ആ കാർ വർണ്ണനയാണ്. രണ്ട് കഥകൾ ഞാൻ അതാ പറഞ്ഞത്. അതിപ്പോ നാരായണീയം വേണമെന്നൊന്നുമില്ല. ഒരേ ഒരു വിചാരം, തൻ്റെ നിലനിൽപ്പിന് ഓരോന്നിനും ഓരോ കാര്യത്തിനും കാരണക്കാരൻ ഭഗവാൻ. ഈ കാര്യമായി കാണുന്ന പ്രപഞ്ചത്തിന്റെ കാരണക്കാരനും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ളതായ ഒരു നല്ല ധാരണ വരുമ്പോൾ നമുക്ക് സ്വയം ഒരു ആശ്വാസവും ഒരു സനാഥബോധവും ഉണ്ടാവും. അതാണ് ആ ധ്യാനത്തിന്റെ കഥ. പിന്നെ ഭഗവാൻ എല്ലാവർക്കും മോക്ഷം കൊടുക്കും. ഒരു 43 ദശകത്ത് സാധാരണ ആസ്മ രോഗികൾക്ക് പരിഹാരമായിട്ട് പറയാറുണ്ട്. ഇത് സൂക്ഷ്മവും തുല്യാമതി എന്നൊക്കെ പറയാൻ കാരണം നാരായണീയത്തില് മന്ത്രശബ്ദങ്ങൾക്ക് ധാരാളം ചേർത്ത് വ്യാപം തുറന്നിരിക്കുന്ന
ഈ ദശകം അർത്ഥവിവരത്തെ സ്വാർത്ഥ ബന്ധങ്ങൾ നിർദ്ദേശിച്ചതാണ് ഈ 43 ദശകം. പിന്നെ മാത്രമല്ല ഇവിടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ഹരിശേട്ടന്. കേൾക്കുന്നില്ലേ? ഇടയിൽ ബ്രേക്ക് ആവുന്നുണ്ട്. അതെന്താ അറിയില്ല. നെറ്റ് വീക്കാന്ന് തോന്നുന്നു അവിടെ. അറിയില്ല, അവിടെ നെറ്റപ്പുറത്താണ്, അപ്പുറത്താണ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്. ഇടയ്ക്ക് ശബ്ദം പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഗോപസ്ത്രീകളോടും ഗോപന്മാരോടും ഒക്കെ ഗോപന്മാർ ഉണ്ണിയെടുത്തിൽ ആളിക്കുന്ന സമയത്ത് ഗോപസ്ത്രീകൾക്ക് സംശയം ഇനി തങ്ങളെ വേണ്ടി വരില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കഴിഞ്ഞത്. പക്ഷേ ഒരു മടിയില്ലാതെ അവരുടെ കയ്യിൽ പോയതായി. എന്താ പറഞ്ഞു വരുന്നത്? ആര് വിളിച്ചാലും ആർക്കും എന്തും ചെയ്യും. അവിടെ ജാതി മത ലിംഗഭേദമുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഭേദമില്ല. അഭേദമാണ് ഭഗവാൻ കാണിക്കുന്ന ഒരു ഭാഗം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ആത്മീയമായ ഒരു സംഗീതയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും കരുണയുള്ളതുകൊണ്ടും ഏത് വിഷമത്തെ കടന്നു പോകാനുള്ളതായ സാമർഥ്യം സ്വയം ഉണ്ടാവും. ജീവിതം എളുപ്പമുള്ള കഴിയില്ല, പക്ഷേ സാന്നിധ്യത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും. പിന്നെ അനായാസമായിട്ടായിരിക്കും കടന്നു പോവുക. പല സന്ദർഭങ്ങളും നമുക്ക് അനുഭവമുള്ളതാണ്. കൂടെ നിന്നുകൊണ്ട് നമ്മളെ കടത്തിവിടും. അപ്പൊ ആ ഒരു ധാരണ നമുക്ക് ഉണ്ടാവുന്നത് നല്ലത്. അതുപോലെ തന്നെയാണ് അഭേദഭാവത്തിനെ പറ്റി പറഞ്ഞു. ഈശ്വരൻ ഭഗവാൻ സ്വന്തമാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വന്തമാണ് ഞാൻ എന്ന ഒരു ധാരണ വരുമ്പോഴേ വളരെ എന്താ പറയുക, യാതൊരു വിധ ഒരു ഔദ്യോഗികഭാവമോ അല്ലെങ്കിൽ ഒരു ഗൗരവം ഇല്ലാതെ കണ്ട് ഈ വാദ രൂപത്തിൽ വന്ന അസുരനെ കൊല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാദരോഗം എന്തുകൊണ്ട് മാറ്റിക്കൂടാ ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ മനസ്സുകൊണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ അടുപ്പം ഗുരുവായൂരപ്പനോട് എത്രയാണെന്ന് വിചാരിക്കുക. സ്വന്തം അച്ഛനോടോ അമ്മയോടോ ഏട്ടനോടോ ഗുരുവിനോടോ ആരായാലും അടുപ്പുള്ള ഒരാളോട് പറയുന്ന അതേ ഭാവത്തിലാണ് അവൾ പറഞ്ഞത്. തൊട്ടടുത്ത് നിൽക്കുന്ന ഭാവത്തോട് പറയും, തൊട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഈ വാദരൂപത്തിൽ വന്ന ഈ അസുരനെ ഇല്ലാതാക്കാന്നുണ്ടെങ്കിൽ ഈ വാദരോഗിയായ എൻ്റെ രോഗം എന്താ മാറ്റാത്തത് എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അടുപ്പം ഒരുപാടുണ്ടായി. നമുക്കും സാധാരണ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കണം ഭഗവാന്റെ അടുത്ത്. സംസ്കൃതവും വേണമെന്നില്ല, വ്യാകരണം വേണമെന്നില്ല. അവിടെ ഭക്തിയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സേവയുടെ ഭാവം മാത്രം. അവിടെ ഭാഷ ഒരു വിഷയമേ അല്ല. അപ്പൊ അങ്ങനെയുള്ളതായ ആ അടുപ്പം ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എന്റെയാണെന്നായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളതായ ഒരു നമുക്ക് ഇവിടെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് മെസ്സേജ് കൊടുത്തത്, the feeling of the proximity to God always. ഞാൻ ഈശ്വരന്റെ അടുത്താണ്, എൻ്റെ അടുത്താണ് എന്ന ആ ധാരണ കളയരുത്. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും എല്ലാം ചെയ്യുമ്പോഴും. അതുപോലെ ഈ കഥാപാത്രങ്ങളൊന്നും തന്നെ ശത്രുക്കളോ ഭഗവാന്റെ കൈകൊണ്ട് മൊത്തം കിട്ടിയവരൊക്കെ ദിവ്യാത്മാക്കളാണ്. അവരവരുടേതായ കർമ്മം ചെയ്തു പോകും. അങ്ങനെ ഓരോന്നിനും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദിവസവും പ്രാർത്ഥിക്കുക, വെറുപ്പുണ്ടാവരുത്, അതുപോലെ വിദ്വേഷം ഉണ്ടാവരുത്, മത്സരബുദ്ധി ഉണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. ഇതൊക്കെ കാലത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്.
അത് ആർക്കതിൻ്റെ ഗുണം? നമുക്ക് തന്നെ. ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്കറിയേണ്ടത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഓരോ ശരീരത്തിലും ഈശ്വര അനുഗ്രഹത്തിന്റെ ശക്തിയുടെ ഹരിശരൻ ഹരിശരൻ ഹരി ഹരിശരണം. ഓം ഗുരുഭ്യോ നമഃ. നമ്മൾ ഓരോരുത്തരെയും ഗുരുവായൂരപ്പനിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിക്കാൻ ഈ ഒരു തിരുമേനി പറഞ്ഞ പോലെ ഒരു ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ഒന്നും ആവശ്യമില്ല എന്ന് വീണ്ടും വീണ്ടും ഓരോ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഭക്തി വളർത്തി ഗുരുവായൂരപ്പനിലേക്ക് എത്താൻ എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മളുടെ ഗുരുക്കന്മാർ അതിന് നമ്മളെ നയിക്കട്ടെ. ഹരിശരണം ഹരിശരണം. ഇനി നമുക്ക് ആശ്രമ പ്രതിജ്ഞയും സമർപ്പണ മന്ത്രവും ചൊല്ലാനായിട്ട് വിളിക്കാം. ഹരിശരണം. ഹരിശരണം. ഈശ്വര സേവയാകുന്ന ദിവ്യ സങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. ദാനശീലത്തിൽ ഊന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യ അനുഭവികളുമാണ് ഞങ്ങൾ. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്ക് അനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ഓം തത്സത്. ഓം കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മ വാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ബ്രഹ്മാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരിശരണം. ഹരിശരണം ഹരിശരണം. ഇന്നത്തെ ഈ നാരായണീയ ഉപാസന സത്സംഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. എല്ലാവരും തന്നെ ചൊല്ലി അയക്കണം. അമ്മ അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും, എല്ലാ ദശകവും ചെയ്ത പോലെ. ഇനി നമുക്ക് ഷാജിയേട്ടൻ തിരിച്ച്